ഹായ്. അപ്പോൾ നമ്മൾ 10th പ്രിലിംസ് ഫോർ ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മുടെ ഓരോ ക്ലാസ്സുകളുടെയും PDF-ഉം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും എല്ലാം നടക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നോക്കാം, ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം, എല്ലാം കിട്ടുന്നുണ്ടോ നോക്കാം. ഏതാണ് നമ്മുടെ ദേശീയ മൃഗം? നമ്മുടെ ദേശീയ മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് റോയൽ ബംഗാൾ കടുവയാണ്. എന്താണ് കടുവയുടെ ശാസ്ത്രീയ നാമം? നമ്മൾ പഠിച്ചതല്ലേ, പാന്തേര ടൈഗ്രിസ്. കടുവയ്ക്ക് എന്താണ് പറയുക? ടൈഗർ. അത് വെച്ചിട്ട് പാന്തേര ടൈഗ്രിസ്. പിന്നെ നമ്മുടെ ദേശീയ പക്ഷി ഏതാന്ന് ചോദിച്ചാൽ അത് മയിലാണ് അല്ലേ. മയിലിന്റെ ശാസ്ത്രീയ നാമം എന്താ? അതെന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ്. നമ്മൾ എങ്ങനെ പഠിച്ചു? പ്രിയങ്കരിയായ മയിൽ ആളൊരു പാവമാണ് അല്ലേ. പ്രിയങ്കരി എന്തിനായിരുന്നു അവിടെ? പ്രിയങ്ക എന്നത് പാവലിന്റെ സങ്കര ഇനമാണ്. അപ്പൊ പാവോ അങ്ങനെ കണക്ട് ചെയ്തൂടെ. അപ്പൊ പാവോ ക്രിസ്റ്റാറ്റസ് എന്നത് മയിലിന്റെ ശാസ്ത്രീയ നാമമാണ്. അത് വെച്ചിട്ട് പ്രിയങ്കരിയായ, ഈ പ്രിയങ്ക പാവലിന്റെ സങ്കര ഇനമാണ്. പ്രിയങ്കരിയായ മയിൽ ആളൊരു പാവമാണ്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യാ? മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. പിന്നെ നമ്മുടെ പേരാലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഫൈക്കസ് ബംഗാളെൻസിസ് അല്ലെ. ഫൈക്കസ് ബംഗാളെൻസിസ് എന്നാണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം. പിന്നെ താമരയുടെ ശാസ്ത്രീയ നാമം എന്താ? നമ്മൾ എങ്ങനെ പഠിച്ചു? നീലത്താമര എന്ന് പഠിച്ചാൽ നമ്മൾ മറക്കില്ല അല്ലെ. നീലത്താമര. അപ്പൊ നിലംബോ ന്യൂസിഫറ. എന്താണ്? നിലംബോ ന്യൂസിഫറ. പിന്നെ നമ്മുടെ കണിക്കൊന്ന, നമ്മുടെ ഔദ്യോഗിക പുഷ്പം, നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാന്ന് ചോദിച്ചാൽ അത് കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താ അറിയില്ലേ? കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം, കണിക്കൊന്നയിലും ഒരു കാണ്ട്, കാസിയ ഫിസ്റ്റുല അതിലും ഒരു കാണ്ട്, രണ്ടിലും കാണ്ട് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ കണിക്കൊന്ന, കാസിയ ഫിസ്റ്റുല, കാസിയ ഫിസ്റ്റുല. പിന്നെ നമ്മുടെ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കോക്കോസ് ന്യൂസിഫറ. എന്താണ്? കോക്കോസ് ന്യൂസിഫറ. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് തെങ്ങാണ് കേട്ടോ. പിന്നെ നമ്മുടെ ദേശീയ പൈതൃക മൃഗം ഏതാന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? രണ്ടും ആനയാണ്. ആനക്ക് നമ്മൾ എന്താ പറയാ? എലിഫന്റ് എന്നല്ലേ പറയാ. അപ്പൊ ആനയുടെ ശാസ്ത്രീയ നാമം എന്താന്ന് ചോദിച്ചാൽ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കിട്ടിയില്ലേ? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം. പിന്നെ നമ്മൾ അതിർത്തികൾ പഠിച്ചു അല്ലെ. അതിർത്തികൾ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാറ്റ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്താ? ഇന്ത്യ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ എന്താണ്? ഡ്യൂറന്റ് രേഖയാണ്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ നമ്മൾ പഠിച്ചു. ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ ആണ് കേട്ടോ. ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ ശ്രീലങ്ക, ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ എന്താണ്? പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ എന്താണ്? പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? അത് ശ്രീനാരായണ ഗുരു ആണ് അല്ലെ. രണ്ടിലും ഒരു ശ്രീ ഉണ്ട്. അപ്പൊ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാലൊക്കെ ശ്രീനാരായണ ഗുരുവാണ്. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനല്ലേ ശ്രീനാരായണ ഗുരു. അപ്പൊ നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആരുടെ എന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവിന്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ്. എന്നാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്? SNDP സ്ഥാപിതമായത് എപ്പോഴാണ്? 1903 മെയ് 15-നാണ്. എന്താണ് SNDPയുടെ മുൻ പേര്, മുൻകാല നാമം എന്തായിരുന്നു? SNDPയുടെ ആദ്യകാല നാമം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? വാവൂട്ടി യോഗം. എന്താണ്? വാവൂട്ടി യോഗം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. ഇനി SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാ? അത് കുമാരനാശാനാണ്. കുമാരനാശാൻ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ മലയാള കവി ആരാന്ന് ചോദിച്ചാലും അതാരാണ്? അത് കുമാരനാശാനാണ്. ഓക്കെ. കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവ്. കുമാരനാശാന്റെ ഖണ്ഡകാവ്യത്തിന്റെ പേരാണ് വീണപൂവ്. അത് എവിടെ ഇരുന്നിട്ടാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ പാലക്കാടുള്ള ജൈനിമേട് വെച്ചിട്ടാണ് കുമാരനാശാൻ ഖണ്ഡകാവ്യമായ വീണപൂവ് രചിച്ചത്. അതും ക്ലിയർ ആയല്ലോ. അപ്പൊ ആദ്യ SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് കുമാരനാശാൻ. 1903 മെയ് 15-നാണ് SNDP സ്ഥാപിതമായത്. ആദ്യകാല നാമം എന്താന്ന് ചോദിച്ചാൽ അത് വാവൂട്ടി യോഗം. അപ്പൊ അതൊക്കെ ക്ലിയർ ആണല്ലോ.
പിന്നെ നമ്മൾ അതിർത്തികളാണല്ലേ പഠിച്ചത്. ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാ? ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഓക്കെ. ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് മാലിദ്വീപ്. ഓക്കെ. ഇനി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ് കേട്ടോ. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. നമ്മൾ പഠിച്ചല്ലേ, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തീൻ ബേഗ കോറിഡോർ. എന്താണ്? തീൻ ബേഗ കോറിഡോർ നമ്മൾ പഠിച്ചതാണ് അല്ലെ. പിന്നെ ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നതോ? അത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അപ്പോൾ പഠിച്ച ഭാഗങ്ങളൊക്കെ ഓർമ്മ നിൽക്കണമെന്നല്ലോ. പിന്നെ നമ്മൾ സങ്കര ഇനങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ വാസ്കോഡ ഗാമയെ പറ്റി പഠിച്ചു അല്ലേ. എപ്പോഴാണ് നമ്മുടെ വാസ്കോഡ ഗാമ കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്? ആദ്യമായിട്ട് എപ്പോഴാണ് എത്തിയത്? 1498 മെയ് 20-നാണ്. എപ്പോഴാണ് യാത്ര തിരിച്ചത്? നമുക്കറിയാം കടൽ മാർഗ്ഗമാണ് വരുന്നത്. അപ്പൊ വേഗം ഒന്നും കൂടെ എത്തൂല, കാരണം ഈ വഴി അന്വേഷിച്ച് വരികയാണ്, ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗ്ഗം അന്വേഷിച്ചിട്ട് വരികയാണ്. അപ്പൊ എങ്ങനെ ഒരു കൊല്ലൊക്കെ പിടിക്കും. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ എന്താണ് 1498-ലാണ് ഇവിടെ എത്തിയത് നമുക്കറിയാം. അപ്പൊ തൊട്ട് മുമ്പത്തെ വർഷം ഏതാ? 1497 അല്ലേ. അപ്പൊ 1497 ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോഡ ഗാമ യാത്ര തിരിച്ചത്. നമ്മൾ പഠിച്ചതാണ്. 1497 ലിസ്ബണിൽ നിന്നും ഇവിടെ യാത്ര തിരിച്ചു. 1498 മെയ് 20-ന് ഇവിടെ എത്തി. ഓക്കെ. ഇനി വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് ചോദിക്കൂലേ? വാസ്കോഡ ഗാമ ആദ്യമായിട്ട് ഇങ്ങോട്ട് ഇന്ത്യക്ക് എത്തിയല്ലേ. അപ്പൊ സഞ്ചരിച്ച കപ്പലൊക്കെ അത്ര പ്രാധാന്യം ഉണ്ടാവില്ല. അതേതാണ്? സെന്റ് ഗബ്രിയൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയൽ. ഓക്കെ. സെന്റ് ഗബ്രിയൽ ആണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ. അപ്പൊ വേറെ 2 കപ്പൽ ഉണ്ട് അല്ലേ. വാസ്കോഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകളുണ്ട്. അത് ഏതൊക്കെയാണ്? വാസ്കോഡ ഗാമയെ പിന്തുണച്ച മറ്റു 2 കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ. പിന്നെ ചോദ്യം വരും, വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാരാ? അത് അൽവാരോ വെൻഹോവ് ആണ് കേട്ടോ. വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. വാസ്കോഡ ഗാമ ഒരു തവണയാണോ കേരളത്തിലെത്തിയിട്ടുള്ളത്? അല്ല, 3 തവണ വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? 1498 നമ്മൾ പഠിച്ചു. 1498 മെയ് 20-നാണ് ആദ്യമായിട്ട് വാസ്കോഡ ഗാമ കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. പിന്നെ 2ാം തവണ എപ്പോഴാണ് വന്നത്? 1502-ലാണ്. അപ്പൊ 2ാം തവണ അല്ലേ. അപ്പൊ 1502. പിന്നെ ലാസ്റ്റ് 1524-ലാണ് 3ാം തവണ വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത്. 1524 ഡിസംബർ 24, രണ്ടിലും ഒരു 24 ഇല്ലേ, അന്നാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്. അപ്പൊ 1524 ഡിസംബർ 24-ലാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്. അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സർദാർ KM പണിക്കരാണ് കേട്ടോ. സർദാർ KM പണിക്കരാണ് വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതും സർദാർ KM പണിക്കരാണ്. അപ്പൊ കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അത് പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇതൊക്കെ പഴശ്ശിരാജയാണ് കേട്ടോ. അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. ഈ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. ഈ ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ ഭാരത കേസരി, കേരള മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. പിന്നെ സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭൻ. പഠിച്ചല്ലോ. അപ്പൊ അവിടെയും ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ സങ്കര ഇനങ്ങൾ പഠിച്ചു അല്ലെ. പച്ചമുളകിന്റെ സങ്കര ഇനങ്ങൾ ഓർമ്മ ഉണ്ടോ? പച്ചമുളക് കടിച്ച ഉജ്ജ്വല, പിന്നെന്താണ്? ജ്വാലിക. പിന്നെന്താ നമ്മൾ പഠിച്ച്? ഇത് കഴിഞ്ഞിട്ട് ഐസ് എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ നമുക്ക് എന്ത് തോന്നും? അനുഗ്രഹം. അപ്പൊ ഉജ്ജ്വല, ജ്വാലിക, അനുഗ്രഹ. ഓക്കെ, ആ 3 കിട്ടിയല്ലോ. പിന്നെ നമ്മൾ ഇതിന്റെ പഠിച്ചു, തെങ്ങിന്റെ പഠിച്ചു അല്ലെ. തെങ്ങിന്റെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? തെങ്ങിന്റെ ഇടയിലൂടെ നോക്കിയാൽ നമ്മൾ എന്തിനെ കാണും? ചന്ദ്രനെ കാണും നമ്മൾ പഠിച്ചു. അപ്പൊ ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ഇതൊക്കെ ഏതിന്റെയാണ്? ഇതൊക്കെ തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. പിന്നെ നമ്മൾ പയറിന്റെ പഠിച്ചില്ലേ, നമ്മൾ പാട്ടിലൂടെ പഠിച്ചതല്ലേ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഒരു വട്ടം കൂടി. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അങ്ങനെ നമ്മൾ ഏതിന്റെയും പഠിച്ചു? പയറിന്റെയും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ തക്കാളിന്റെ പഠിച്ചില്ലേ. അക്ഷയ, അനഘ, മുക്തി അല്ലെ. അക്ഷയ, അനഘ, മുക്തി. ഞാൻ പറഞ്ഞു തന്നല്ലോ. എന്താണ് മുത്തി എന്ന് ആലോചിച്ചാൽ, മുത്തി എന്ന് പാലക്കാടൊക്കെ എന്താ? മുത്തി പറഞ്ഞ മുത്തശ്ശി എന്നല്ല എല്ലാവർക്കും അറിയാം. മുത്തി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി. അപ്പൊ അക്ഷയ, അനഘ എന്ന് പേരില്ല, 2 മുത്തി ആലോചിച്ചാൽ പോരെ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ അക്ഷയ, അനഘ, മുക്തി എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അക്ഷയ, അനഘ, മുക്തി. പിന്നെ നമ്മൾ പാവലിന്റെ സങ്കര ഇനം നമ്മൾ പഠിച്ചു. പ്രിയങ്കരിയായ മയിലാളൊരു പാവമാണ്. അപ്പൊ പ്രിയങ്ക പാവലിന്റെ ആണ് അല്ലെ. പ്രിയങ്ക പാവലിന്റെ സങ്കര ഇനമാണ്. എല്ലാം കിട്ടുന്നുണ്ടല്ലോ.
അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങൾ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത ശേഷം മാത്രം ഈ ക്ലാസ് നേരെ കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം. ഹരിത വിപ്ലവം. ഓക്കെ, ഹരിത വിപ്ലവം. ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? അറിയോ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നും ചോദ്യം വരും, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നും ചോദ്യം വരും. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. നമുക്ക് ക്ലിയർ ആക്കി പോട്ടോ. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ക്ലിയർ ആയല്ലോ? ഹരിത വിപ്ലവം ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുള്ളൂ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? അങ്ങനെ മാത്രം ചോദിച്ചാൽ നമുക്കത് ആരാണ്? അത് നോർമൻ ബോർലോഗ് ആണ്. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ പിതാവ് ആര്? എക്കണോമിക്സിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ആഡം സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യൻ എക്കണോമിക്സിന്റെ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലാണ് അത് ദാദാഭായ് നവറോജി. അപ്പൊ അങ്ങനെ വേറിട്ട് പഠിക്കണ്ടേ? അപ്പൊ ഇവിടെ നമ്മളോട് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് മാത്രം ചോദിച്ചാൽ ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ക്ലിയർ ആയല്ലോ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? MS സ്വാമിനാഥനാണ്. എന്നാൽ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? അത് വില്യം ഗൗഡ് ആണ്. വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് പദം കൊണ്ടുവന്നത് ആരാണ്? അത് വില്യം ഗൗഡ് ആണ് കേട്ടോ. വില്യം ഗൗഡ് ആണ്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഗൗഡ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഒന്നും കൂടി പഠിക്കാണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാന്ന് ചോദിക്കും. എല്ലാവരും പോയിട്ട് MS സ്വാമിനാഥനെ കുത്തും. അല്ല, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാ? അത് MP സിംഗ് ആണ് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാന്ന് ചോദിച്ചാൽ MP സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ്. എന്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരണേ. ഹരിത വിപ്ലവം ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്ക്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? ജസ്റ്റ് ഹരിത വിപ്ലവം മാത്രമല്ലേ ചോദിച്ചു. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കിട്ടിയില്ലേ? നോർമൻ ബോർലോഗ് ആണ്. അപ്പൊ പറയും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? കിട്ടിയോ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അറിയാം, MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ഹരിത വിപ്ലവം എന്ന പദം ഒരാൾ ഉപയോഗിക്കണ്ടേ? അതാരാ? അത് വില്യം ഗൗഡ് ആണ് അല്ലേ? വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരാ? അതാരാണ്? അത് MP സിംഗ് ആണ്. MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ. അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമുക്കറിയാം MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ നമുക്കറിയാം MP സിംഗ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മെക്സിക്കോയിൽ നിന്നാണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെ നിന്നാണ് ചോദിച്ചത്? മെക്സിക്കോയിൽ നിന്നാണ് കേട്ടോ. ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിൽ നിന്നാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടമാണ് ഫിലിപ്പൈൻസ്. അപ്പൊ ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിക്കൂലേ? അത് മെക്സിക്കോ ആണ്. ശ്രദ്ധിക്കണം, ഹരിത വിപ്ലവം ഒരു സ്ഥലത്ത് തുടങ്ങി. അത് തുടങ്ങിയത് എവിടെയാണ്? മെക്സിക്കോയിൽ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷെ ഇത് ഏഷ്യയിലേക്ക് എത്തണ്ടേ? അപ്പൊ ഏത് വഴിയാണ് എത്തിയത്? ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഹരിത വിപ്ലവം ഏഷ്യയിലേക്ക് വരണ്ടേ? അവിടെ തുടങ്ങിയതല്ലേ? മെക്സിക്കോയിലല്ലേ ഇത് തുടങ്ങിയത്? ഇത് ഏഷ്യയിലേക്ക് കടന്നു വരണ്ടേ? അപ്പൊ അത് ഏതിലൂടെയാണ് വന്നത്? ഫിലിപ്പൈൻസിൽ ആദ്യം ആരംഭിച്ച്, അതുകൊണ്ടാണ് അതിനെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? അപ്പൊ പറയും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ആരാണ്? നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? അത് MS സ്വാമിനാഥനാണ് അല്ലെ? MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അത് രണ്ടും ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് ആയി പഠിച്ചു വെക്കണേ. ഇന്ത്യൻ ഹരിത വിപ്ലവം നമ്മുടെ MS സ്വാമിനാഥനും, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗുമാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ഈ പദം ആദ്യമായിട്ട് ഒരാൾ ഇത് പറയണ്ടേ? ആദ്യം ഹരിത വിപ്ലവം എന്ന് ഒരാൾ പറയണ്ടേ? അതുകൊണ്ടല്ലേ ഇത് ഹരിത വിപ്ലവം ആയത്. അപ്പൊ ആദ്യം ഇത് പറഞ്ഞത്, ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഗൗഡ് ആണ്. ആരാണ്? വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരാ? അത് MP സിംഗ് ആണ് കേട്ടോ. MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാണ്? MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ MP സിംഗും, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനും. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവ നായകനെ പ്രത്യേകം പഠിക്കണം. MP സിംഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചത്? ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലാണ്. എവിടെയാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്? എവിടെയെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലും. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് ഫിലിപ്പൈൻസും ആണ്. ഓക്കെ,
ഇനി ഹരിത വിപ്ലവത്തിൽ കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ്? അത് ഗോതമ്പാണ് കേട്ടോ. ഓക്കെ, ഹരിത വിപ്ലവത്തിൽ കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. കൂടുതൽ വിളയാൻ ഇത് കൊടുത്തിരുന്നത് ഏതിനാന്ന് ചോദിച്ചാൽ അത് നെല്ലിനാണ്. ഓക്കെ, പക്ഷെ കൂടുതൽ വിളഞ്ഞത് ഗോതമ്പാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ്? ഗോതമ്പാണ് കേട്ടോ. ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നാം ഘട്ടം 1965 മുതൽ 75 വരെ. ഓക്കെ, 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെ എന്നാണ് അറിയപ്പെടുക. അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 65 പറയുമ്പോൾ എന്താണ്? 60ന്റെ പകുതി. പിന്നെ 75 എന്ന് പറയുമ്പോൾ 70 കാലഘട്ടങ്ങളുടെ പകുതി. അപ്പോൾ 65 കാലഘട്ടത്തിന്റെ പകുതി മുതൽ 75 കാലഘട്ടത്തിന്റെ പകുതി വരെ ഒന്നാം ഘട്ടവും, രണ്ടാം ഘട്ടം 75ന്റെ പകുതി മുതൽ 85ന്റെ പകുതി വരെ. കണക്ട് ആയല്ലോ. അപ്പൊ ഒന്നാം ഘട്ടം 65ന്റെ പകുതി മുതൽ 75 വരെ, 75ന്റെ പകുതി വരെ, പിന്നെ 70ന്റെ പകുതി വരെ. ഇങ്ങനെയാണ് വരിക. 60ന്റെ പകുതി നമുക്ക് 65 കണക്ട് ചെയ്യാൻ പറ്റും. 60ന്റെ പകുതിയാണല്ലോ 65. അപ്പൊ 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി പറയുമ്പോൾ എത്രയാണ്? 75. അപ്പൊ ഓക്കെ, രണ്ടാം ഘട്ടം 70ന്റെ പകുതി മുതൽ 80ന്റെ പകുതി വരെ. അപ്പൊ വർഷവും കിട്ടിയല്ലോ. അപ്പൊ ഒന്നാം ഘട്ടം 65 മുതൽ 75 വരെ, രണ്ടാം ഘട്ടം 75 മുതൽ 85 വരെ. ഇനി ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ്. ഇനി ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? അത് MS സ്വാമിനാഥൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാന്ന് ചോദിച്ചത് MP സിംഗ് ആണ്. ഹരിത വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? മെക്സിക്കോയിൽ നിന്നാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടമാണ് ഫിലിപ്പൈൻസ്. അതുവരെ ക്ലിയർ ആയല്ലോ. പിന്നെ എന്ത് പഠിച്ചു? ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ, മെക്സിക്കോ, ഏഷ്യയിലെ. കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാന്ന് ചോദിക്കുക, അത് ഗോതമ്പാണ് കേട്ടോ. കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാന്ന്, ലക്ഷ്യമിട്ടത് ഏതിനാന്ന് ചോദിച്ചാൽ അത് നെല്ലും, കൂടുതൽ വിളഞ്ഞത് ഏതാന്ന് ചോദിച്ചാൽ അത് ഗോതമ്പുമാണ്. നമ്മൾ ഗോതമ്പ് പഠിച്ചാൽ മതി. കൂടുതൽ വിളഞ്ഞ ധാന്യം നമുക്കറിയാം, അത് ഏതാണ്? ഗോതമ്പാണ്. ഓക്കെ, ഗോതമ്പാണ് കൂടുതൽ വിളഞ്ഞ ധാന്യം. ഇതുവരെ ഹരിത വിപ്ലവം ക്ലിയർ അല്ലേ? ഇനി ആ ഭാഗം ഡൗട്ട് വരില്ലല്ലോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമുക്കറിയാം നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവിനെ നമുക്കറിയാം MS സ്വാമിനാഥൻ ആണ്. ഇനി ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം വില്യം ഗൗഡ് ആണ് അല്ലെ. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് MP സിംഗ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയെന്ന് നമുക്കറിയാലോ, അത് മെക്സിക്കോയിലല്ലേ ഹരിത വിപ്ലവം ആരംഭിച്ചത്. അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. ഇനി അത് എവിടെ? അങ്ങനെ കടന്ന് ഏഷ്യയിലേക്ക് കടക്കണ്ടേ. അപ്പൊ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് എവിടെ തുടങ്ങി? ഫിലിപ്പൈൻസിൽ നിന്നാണ്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഗോതമ്പാണ്. ഇനി ഒന്നാം ഘട്ടം ചോദിച്ചാൽ 65 മുതൽ 75 വരെ, രണ്ടാം ഘട്ടം ചോദിച്ചാൽ 75 മുതൽ 85 വരെ. അത് ക്ലിയർ ആണ്? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത നമ്മുടെ കറണ്ട് അഫയറിൽ പെടുന്ന ചന്ദ്രയാൻ 3. ഓക്കെ, എന്നാണ് നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാ? 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 2023 ജൂലൈ 14. ഡേറ്റ് ആയിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഇതിലേക്ക് തന്നെ വരും. അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് എന്തായാലും പെർഫെക്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഇത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? എപ്പോഴാണ്? 2023 ജൂലൈ 14. എപ്പോഴാണ്? 2023 ജൂലൈ 14. ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാ? അത് MS സോമനാഥ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ കഴിഞ്ഞ എക്സാം നമ്മൾ LGS ഒരു മോഡൽ എക്സാം ഇട്ടപ്പോൾ അതിൽ ഞാൻ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, MS സ്വാമിനാഥനും S സോമനാഥും. ഇത് രണ്ടും ഏകദേശം ഒരുപോലെ വരുന്ന പേരുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡൗട്ട് വരും. അവിടെ MS സ്വാമിനാഥൻ എന്താണ്? ഹരിത വിപ്ലവത്തിന്റെയാണ്. ഓക്കെ, ജസ്റ്റ് പഠിച്ചു വെച്ചോ. ഹരിത വിപ്ലവമാണ് MS സ്വാമിനാഥൻ. ഇവിടെ S സോമനാഥാണ്. ഈ S സോമനാഥിനെ വെറുതെ ചിലപ്പോൾ ഓപ്ഷനിൽ തരും. അപ്പൊ പോയിട്ട് അത് കറുപ്പിക്കരുത്. ഓക്കെ, MS സ്വാമിനാഥൻ എന്താണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. S സോമനാഥ് എന്താണ്? S സോമനാഥ് ISRO ചെയർമാൻ ആണ്. അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചത് ആരാണ്? S സോമനാഥാണ്. ഞാനും MS സ്വാമിനാഥൻ പറഞ്ഞു ഇപ്പൊ MS സ്വാമിനാഥന്റെ വായിൽ വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പഠിച്ച് ഏതിൽ ഏതാന്ന് മനസ്സിലാവാതാവും. അവിടെ എന്താണ്? MS സ്വാമിനാഥൻ എന്താണ്? MS സ്വാമിനാഥൻ M ഇല്ലേ? MS സ്വാമിനാഥൻ, അതുപോലെ തന്നെ MP സിംഗ്. ഇത് രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇത് രണ്ടും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ എന്താണ്? S സോമനാഥ് ISRO എന്നല്ലേ? ISRO. അപ്പൊ S സോമനാഥ്. ഓക്കെ, ISRO S സോമനാഥ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് S സോമനാഥ് ആണ്. വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 എന്ത് വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വാഹനം LVM-3M4 ആണ്. LVM-3M4 ആണ് ചന്ദ്രയാൻ 3യുടെ വാഹനം. ഓക്കെ, LVM-3M4 ആണ് ചന്ദ്രയാൻ 3യുടെ വാഹനം. വാഹനത്തിന്റെ പേര് പഠിച്ചു വെക്കണേ. LVM-3M4. M3M4 കിട്ടി. പിന്നെ എന്താ പഠിക്കാള്? LV. ഓക്കെ, LVM-3M4. 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 അതെന്താണ്? ചന്ദ്രയാൻ 3ന്റെ എന്താണ്? വാഹനമാണ്. LVM
M3 M4 കിട്ടിയില്ലേ LV M3 M4 LV M3 M4 LV M3 M4 എന്നാ പറയും എപ്പോഴാണ് വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ആരായിരുന്നു ISRO ചെയർമാൻ MS സ്വാമിനാഥൻ ആണോ അല്ല S സോമനാഥൻ കേട്ടോ അപ്പൊ ആരാണ് MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥൻ ഈ S സോമനാഥാണ് ISRO ചെയർമാൻ ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് S സോമനാഥാണ് കേട്ടോ S സോമനാഥ് വാഹനത്തിന്റെ പേരെന്താ LV M3 M4 LV M3 M4 M3 M4 കിട്ടി പിന്നെ എന്ത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി LV ഓക്കെ LV M3 M4 ഓക്കെ അപ്പൊ വാഹനം നമുക്ക് കിട്ടിയല്ലോ ഡേറ്റ് നമുക്ക് കിട്ടിയല്ലോ 2023 ജൂലൈ 14 ഓക്കെ എന്നാണ് ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5 ജൂലൈ 14 ഇവിടുന്ന് വിക്ഷേപിച്ചു ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 5 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ആദ്യ സന്ദേശം എന്തായിരുന്നു ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു അല്ലെ ആദ്യം പോയിട്ട് അവിടെ അതെല്ലാം ഉണ്ടാവും അപ്പൊ ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നതായിരുന്നു ചന്ദ്രയാൻ 3 ആദ്യ സന്ദേശം ഓക്കെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഓക്കെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ നാലാമത്തെ രാജ്യം ഓക്കെ ലാൻഡ് ചെയ്ത സ്ഥലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്താണ് ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് ആണ് ലാൻഡ് ചെയ്ത സ്ഥലം വാഹനത്തിന്റെ പേരെന്താ LV M3 M4 കിട്ടിയില്ലേ വാഹനത്തിന്റെ പേര് LV M3 M4 പിന്നെ എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2023 ജൂലൈ 14 പിന്നെ എന്നാണ് ഭ്രമണപഥത്തിൽ എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 5 അല്ലേ 2023 ഓഗസ്റ്റ് 5 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23 അതുവരെ ക്ലിയർ അല്ലേ ഇനി ലാൻഡ് ചെയ്ത സ്ഥലം നമ്മൾ പഠിച്ചു ശിവശക്തി പോയിന്റ് ഏതാണ് ശിവശക്തി പോയിന്റിലാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത് ഓക്കെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് അത് വീരമുത്തുവേലാണ് പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ നമുക്ക് എങ്ങനെ പഠിക്കാം ഈ പ്രൊജക്ടിനെ ഡയറക്ട് ചെയ്യണേ ഈ പ്രൊജക്ടിനെ ഡയറക്ട് ചെയ്ത് എടുക്കണ്ടേ അപ്പൊ ഇയാൾ എന്താണ് ആളൊരു വീരനാണെന്ന് പഠിച്ചു വെച്ചാൽ പോരെ അപ്പൊ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ വീരമുത്തുവേൽ ആളൊരു വീരനാണെന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പൊ വീരമുത്തുവേൽ കണക്ട് ആവുമല്ലോ എന്താണ് പ്രൊജക്ട് ഡയറക്ടർ ആണ് ആ ഡയറക്ടർ എന്നുള്ള പേര് വെച്ചിട്ട് ഡയറക്ട് ചെയ്ത് എടുക്കേണ്ടതിനെ അപ്പൊ എന്താണ് അത് വീരമുത്തുവേൽ ആളൊരു വീരനാണ് ആരാണ് വീരമുത്തുവേൽ പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ ഇനി ലാൻഡറിന്റെ പേരെന്താണ് വിക്രം റോവർ പ്രഗ്യാൻ ലാൻഡർ വിക്രം LV എന്ന് ജസ്റ്റ് കണക്ട് ചെയ്താൽ നമ്മുടെ വാഹനത്തിന്റെ പേര് പഠിച്ചല്ലേ LV M3 M4 അതിലെ LV ലാൻഡർ L ലാൻഡർ V എന്താണ് വിക്രം ലാൻഡർ വിക്രം പിന്നെ റോവർ നമുക്ക് കിട്ടും പ്രഗ്യാനാണ് ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ ലാൻഡർ എന്താണ് വിക്രം LV ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ ഓക്കെ അപ്പൊ എന്നാണ് നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 2023 ജൂലൈ 14 ഓക്കെ ഭ്രമണപഥത്തിൽ എത്തിയത് എപ്പോഴാണ് 2023 ഓഗസ്റ്റ് 5 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23 ക്ലിയർ ആയല്ലോ ഇതിൽ ഏതൊക്കെ ഡേറ്റ് നമുക്ക് പഠിക്കാണ്ട് ജൂലൈ 14 ഓഗസ്റ്റ് 5 ഓഗസ്റ്റ് 23 നമ്മൾ എങ്ങനെ അതൊരു ഓർഡറിൽ പഠിച്ചാൽ മതി എന്തൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇവിടുന്ന് വിക്ഷേപിക്കണ്ടേ അപ്പൊ ആദ്യം ഇവിടുന്ന് വിക്ഷേപിക്കുന്ന കാര്യമാലേക്ക് ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് വിക്ഷേപിക്കണം അതെന്നായിരുന്നു ജൂലൈ 14 ഓർഡർ കിട്ടിയോ ജൂലൈ 14 പിന്നെ അതവിടെ ഭ്രമണപഥത്തിൽ എത്തണ്ടേ ഈ ഭ്രമണപഥത്തിൽ എത്തിയത് എപ്പോഴാണ് അത് ഓഗസ്റ്റ് 5 പിന്നെ എന്താ ചെയ്യേണ്ടത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തണം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാണ് അത് ഓഗസ്റ്റ് 23 ഈ മൂന്നും ക്ലിയർ ആയാലോ അപ്പൊ എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ 2023 ജൂലൈ 14 പിന്നെ എന്താണ് ഭ്രമണപഥത്തിൽ എത്തിയത് എപ്പോഴാന്ന് വെച്ചാൽ 2023 ഓഗസ്റ്റ് 5 ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോയത് എനിക്ക് എന്താ പഠിപ്പിക്കണം നിങ്ങൾ പഠിച്ചിട്ട് പോയത് നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ പിന്നെ ഇതിനെപ്പറ്റി ഡൗട്ട് വരുന്നത് അതിനാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ നിങ്ങൾ എങ്ങനെയും ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി തരണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെയും പറഞ്ഞിട്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നിട്ടൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് എങ്ങനെയും ഇത് എത്തിക്കണം ജസ്റ്റ് പറഞ്ഞു പോയാൽ നിങ്ങൾ ഇത് അറിഞ്ഞു എന്നല്ലാതെ നിങ്ങൾ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണ്ടേ അപ്പൊ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതാകുമ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉള്ളിലുണ്ടാവും ഓക്കെ
അപ്പൊ ഒന്നും കൂടി നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചെന്നാണ് 2023 ജൂലൈ 14. ഭ്രമണപഥത്തിൽ എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 5-നും. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ എന്നാണ് ഓഗസ്റ്റ് 23. അതുവരെ ക്ലിയർ അല്ലേ? ആരായിരുന്നു ISRO ചെയർമാൻ? ISRO ചെയർമാൻ ആരാ? MS സ്വാമിനാഥൻ ആണോ? അല്ല. MS സ്വാമിനാഥൻ എന്താണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അത് ഡൗട്ട് വന്നവർക്കാണ് കേട്ടോ. ഇനി ഡൗട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടണ്ട. ഇത് സാറ് പറഞ്ഞെന്ന് പറഞ്ഞത് ഡൗട്ട് വന്നു വിചാരിക്കണ്ട. ഇനി ആ പേര് പറയില്ല. MS സ്വാമിനാഥൻ അവിടെ ഹരിത വിപ്ലവത്തിൽ കഴിഞ്ഞു. ഇവിടെ ആരാണ്? S സോമനാഥാണ്. ISRO അയിത്തെ S മാത്രം. S സോമനാഥ്. ഓക്കെ, S സോമനാഥാണ് ISRO ചെയർമാൻ. ISRO ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. ISRO ചെയർമാൻ ആരാണ്? എന്ത് ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? S സോമനാഥാണ്. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? അത് വീരമുത്തുവേലാണ് കേട്ടോ. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേൽ. ഡയറക്ട് ചെയ്ത് എടുക്കണ്ടേ? ഇതിനെ ഡയറക്ട് ചെയ്ത് എടുക്കണ്ടേ? അപ്പൊ ആളൊരു വീരനല്ലേ? അപ്പൊ വീരമുത്തുവേലാണ് പ്രൊജക്ട് ഡയറക്ടർ. വാഹനത്തിന്റെ പേരെന്താണ്? LV M3 M4. വാഹനത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ LV M3 M4 ആണ്. എന്താണ്? LV M3 M4 ആണ്. എന്തിന്റെ പേര്? വാഹനത്തിന്റെ പേര്. ചന്ദ്രയാൻ 3 വാഹനത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ കിട്ടുവേ LV M3. LV മാത്രം നമ്മൾ പഠിച്ചാൽ പോരെ. LV എന്നാണ് വാഹനത്തിന്റെ പേര്. അത്ര പഠിച്ചാൽ പോരെ. LV പിന്നെ എന്താണ്? M3 M4 രണ്ടും കിട്ടിയല്ലോ. M3 M4 രണ്ടും കിട്ടിയില്ലേ? LV M3 M4. ഓക്കെ, പിന്നെന്താണ്? ലാൻഡറിന്റെ പേര് ലാൻഡർ വിക്രം. LV അല്ലേ? LV ലാൻഡർ വിക്രം. ലാൻഡർ വിക്രം. റോവർ പ്രഖ്യാൻ. റോവർ എന്താണ്? പ്രഖ്യാൻ. ലാൻഡർ വിക്രം, റോവർ പ്രഖ്യാൻ. ഇനി സോഫ്റ്റ് ലാൻഡ് നടത്തിയ സ്ഥലമോ? ലാൻഡ് ചെയ്ത സ്ഥലം എന്താണ്? ശിവശക്തി പോയിന്റ് ആണ് അല്ലെ? ലാൻഡ് ചെയ്ത സ്ഥലം ചോദിച്ചാൽ ശിവശക്തി പോയിന്റ്. ലാൻഡ് ചെയ്ത സ്ഥലമാണ് ശിവശക്തി പോയിന്റ്. മറക്കരുത്, ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ്. ആദ്യ സന്ദേശം എന്താന്ന് ചോദിക്കൂലേ? ഞാനിതാ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇനി ചന്ദ്രയാൻ 3 ഡൗട്ട് ഇല്ലല്ലോ. എന്ത് ചോദ്യം വന്നാലും കിട്ടൂലേ? ലാൻഡറും റോവറൊക്കെ പഠിച്ചില്ലേ? ലാൻഡർ എന്താണ്? വിക്രം. റോവർ പ്രഖ്യാൻ. ഇത് കിട്ടിയില്ലേ? പിന്നെ വാഹനത്തിന്റെ പേരിലെ ടഫ് LV M3 M4 അതും പഠിച്ചില്ലേ? LV M3 M4. വാഹനത്തിന്റെ പേരെന്താണ്? LV M3 M4 അതും പഠിച്ചില്ലേ? പിന്നെന്താണ്? പിന്നെ ഒന്നും കൂടി നോക്കാം. ലാൻഡർ എന്താണ്? വിക്രം. ലാൻഡർ വിക്രം, റോവർ പ്രഖ്യാൻ. പിന്നെ 2 പേരുകൾ നമുക്ക് പഠിക്കാനുള്ളൂ. ആരാണ്? ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ S സോമനാഥാണ്. ISRO ചെയർമാൻ ആരാണ്? S സോമനാഥും. നമ്മുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് വീരമുത്തുവേൽ. ആളൊരു വീരനാണല്ലോ. ഇത് ഡയറക്ട് ചെയ്ത് എടുക്കണം. അപ്പൊ വീരമുത്തുവേൽ അതും കണക്ട് ആയി. പിന്നെ ആദ്യ സന്ദേശം നമ്മൾ പഠിച്ചു. ഞാനിതാ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. പിന്നെ ശിവശക്തി പോയിന്റ്. ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ്. അത് മറക്കൂലല്ലോ. ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ്. അത് പഠിച്ചു വെക്കണേ. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലം ചോദിച്ചെന്താണ്? ശിവശക്തി പോയിന്റ്. എന്താണ്? ശിവശക്തി പോയിന്റ്. ഇനി ആ ഡേറ്റുകളൊന്നും കൂടി നോക്കാം. എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14. എന്നാണ് ഭ്രമണപഥത്തിൽ എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? ഓഗസ്റ്റ് 5-നും. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 23-നും. ഡേറ്റും ഫിക്സ് ആയി, പേരും ഫിക്സ് ആയി, വാഹനങ്ങളൊക്കെ സെറ്റ് ആയി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത നമുക്ക് 1857 വിപ്ലവം. 1857 വിപ്ലവം അല്ലെങ്കിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? 1ാം സ്വാതന്ത്ര്യ സമരം. ശിപ്പായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. എന്തൊക്കെ അറിയപ്പെടുന്നു? 1ാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം. ഈ ചപ്പാത്തി വിപ്ലവം എന്നതുകൊണ്ട് വേറൊരു കാര്യം കൂടി പഠിച്ചോ. 1857 വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര എന്താന്ന് ചോദിക്കും. എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയും. എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയും. അപ്പൊ നോക്കാം. 1857 വിപ്ലവം, 1ാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം. 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ ആണ് കേട്ടോ. 1857 വിപ്ലവത്തെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് VD സവർക്കർ. VD സവർക്കർ ആരാണ്? VD സവർക്കർ. ഓക്കെ, ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, അപ്പൊ 1857 വിപ്ലവം എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു? 1ാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം. ഓക്കെ, വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്ന്. ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാവണമെങ്കിൽ അത് എവിടുന്നേലും അതിന്റെ തുരമ്പ് ഉണ്ടാവണ്ടേ? ഒരു തുടക്കം എവിടുന്നേലും കിട്ടണ്ടേ? അപ്പൊ എന്താണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നുമാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെയെങ്കിലും എന്തെങ്കിലും കുണ്ടാൻ ഉണ്ടാവേണ്ടതൊന്നും തുടങ്ങൂലല്ലോ, ഒരു വലിയ വിപ്ലവം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് മീററ്റിൽ നിന്നാണ് വിപ്ലവം 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? 1ാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം. എന്തായിരുന്നു രഹസ്യമുദ്ര? ചപ്പാത്തിയും ചുവന്ന താമരയും. എന്തായിരുന്നു രഹസ്യമുദ്ര? ചപ്പാത്തിയും ചുവന്ന താമരയും. എന്തിന്റെ രഹസ്യമുദ്ര? 1857 വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രഹസ്യമുദ്ര എന്നൊക്കെ ചോദിച്ച ഏതാണ്? ചപ്പാത്തിയും ചുവന്ന താമരയും. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്ന്. ആദ്യ രക്തസാക്ഷി, ആദ്യം ഒരാൾ മരണപ്പെടണ്ടേ? അപ്പൊ ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ അത് മംഗൾ പാണ്ഡെ. ആരാണ്? മംഗൾ പാണ്ഡെ. ഈ 2 പേരും പഠിക്കണം. 1857 വിപ്ലവം എല്ലാം പഠിക്കണം, പക്ഷെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നല്ലേ? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാ?
മീററ്റിൽ നിന്നും ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ. രണ്ടും മാ വെച്ചിട്ടാണ് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ രണ്ടും മാ വെച്ചിട്ടല്ലേ, മീററ്റ് മംഗൾ പാണ്ഡെ, മീററ്റ് മംഗൾ പാണ്ഡെ. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നും ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഓക്കെ, പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വി ഡി സവർക്കർ ആണ്. രഹസ്യമുദ്ര എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയും. പിന്നെ ഓരോ സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത് ആരാന്ന് നമ്മൾ പഠിക്കണം കേട്ടോ. കാൺപൂരിൽ ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബാണ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് അറിയോ? അത് ദോണ്ടു പന്ത് എന്നാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ് ദോണ്ടു പന്ത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ നാനാ സാഹിബ്. കാന നാന. ഓക്കെ, കാൺപൂർ നാനാ സാഹിബ്. ഓക്കെ, കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ അതെന്താണ്? ദോണ്ടു പന്ത്. ഓക്കെ, ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ബഹദൂർ ഷാ രണ്ടാമനാണ് കേട്ടോ. ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ഡൽഹിയിൽ രാജാവായി വാഴിച്ചത് ആരെന്ന് ചോദിക്കൂലേ? അതാരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് കേട്ടോ. ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓക്കെ, ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ റാണി ലക്ഷ്മിബായി. എത്ര ആലോചിച്ചുള്ളൂ? മീൻസ് ഝാൻസി റാണി എന്ന് മാത്രം ആലോചിച്ചാൽ പോരെ. എത്ര ആലോചിച്ചാൽ നമുക്ക് കിട്ടാനുള്ളതേ ഉള്ളൂ. ഝാൻസി റാണി. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി. ഓക്കെ, ഝാൻസി റാണി എന്ന് ആലോചിച്ചാൽ ഝാൻസിയില് റാണി ലക്ഷ്മിബായി. മീററ്റിൽ ആരാണ്? ഖതം സിംഗ്. ഞാൻ പറഞ്ഞു എവിടെ നിന്നാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്? ഞാൻ പറഞ്ഞില്ലേ, എവിടുന്നേലും ഒരു തുടക്കം ഉണ്ടാവണ്ടേ? തുടക്കം ഉണ്ടായി. ഖതം തുടങ്ങി, ഖതം, ടാറ്റ, ബൈ ബൈ അല്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? മീററ്റിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാ? ഖതം സിംഗ്. അപ്പൊ എന്താ ആലോചിച്ചാൽ മതി? മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടു, ഖതം. ഓക്കെ, ഖതം, ടാറ്റ, ബൈ ബൈ. അപ്പൊ അങ്ങനെ ആലോചിച്ച് നമുക്ക് എന്ത് കിട്ടും? മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖതം സിംഗ് ആണ്. ഫൈസാബാദിൽ ആരാന്ന് ചോദിച്ചാൽ അത് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. രണ്ടുപേരും ഏകദേശം ഒരു പേര് ടച്ചില്ലേ? ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള. ഓക്കെ, അങ്ങനെ നടത്തിയ. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിൽ കൻവർ സിംഗ് ആണ്. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗും. ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പി. ഈ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിക്കൂട്ടോ. അത് മണികർണിക എന്നാണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താ? മണികർണിക. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത് എന്നാണ്. ദോണ്ടു പന്ത്. പിന്നെ ആരെയാണ്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ രാമചന്ദ്ര പാണ്ഡുരംഗ്. എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. അപ്പൊ ആരുടെയൊക്കെ പഠിച്ചു? ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ മണികർണിക. എന്താണ്? മണികർണിക. ചോദ്യം വരും, ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും വരും. ഓക്കെ, അപ്പൊ എന്താണ്? റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത്. പിന്നെ ആരുടെയാണ്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ താന്തിയ തോപ്പിയുടെ എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. റാണി ലക്ഷ്മിബായി. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആരാറിയോ? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചത് ഹ്യൂഗ് റോസ് ആണ്. ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ഇനി റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയത് അല്ലെങ്കിൽ വധിച്ചത് ആരാന്ന് വെച്ചാലും ഹ്യൂഗ് റോസ് ആണ്. നല്ലോണം പൊക്കി പറഞ്ഞ് മോട്ടറാക്കിയിട്ട് ആളെ കൊന്നു കളഞ്ഞു. അങ്ങനെ ആലോചിച്ചാൽ മതി. നല്ലോണം പൊക്കി പറഞ്ഞു. എന്താണ്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നൊക്കെ പൊക്കി പറഞ്ഞ് ആളെ പോയിട്ട് അങ്ങോട്ട് കൊല്ലും ചെയ്തു. അപ്പൊ എന്താണ്? ഇങ്ങനെ ആലോചിച്ചാൽ മതി. റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഹ്യൂഗ് റോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ഹ്യൂഗ് റോസ് ആണ്. ഓക്കെ, പിന്നെ എന്ത് പഠിക്കാൻ? റാണി ലക്ഷ്മിബായിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കും. ഇങ്ങനത്തെ ആരാ വിശേഷിപ്പിക്കുക? രണ്ടാൾക്കാരാണ് ഇന്ത്യയിൽ ഇങ്ങനത്തെ വിശേഷിപ്പിക്കാറുള്ളൂ. ഒന്നാരാണ്? ഒന്ന് രവീന്ദ്രനാഥ് ടാഗോറും പിറ്റൊന്ന് നെഹ്റു ആണ്. അപ്പൊ ആരാണ് വിശേഷിപ്പിച്ചത്? നെഹ്റു ആണ് കേട്ടോ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. എന്താണ് വിശേഷിപ്പിച്ചത്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചതും പരാജയപ്പെടുത്തിയതും വധിച്ചതും ഒക്കെ ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ഓക്കെ, അപ്പൊ ഗ്വാളിയോറിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി. ഇതെന്തായാലും പഠിക്കണം. ഓരോ സ്ഥലത്തും ആരൊക്കെയെന്ന് പഠിക്കണം. മിക്കവാറും മാച്ച് ദ ഫോളോയിങ് വരും. ഓക്കെ, ഒന്നും കൂടി നോക്കാം. കാൺപൂരിലെ നാനാ സാഹിബ്, ഡൽഹി ബക്ത് ഖാൻ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഝാൻസി റാണി ലക്ഷ്മിബായി. പിന്നെ ഏത് പഠിച്ചു? ഡൽഹി ബക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമനെയാണ് വിപ്ലവകാരികൾ എന്താണ് ഡൽഹിയിൽ രാജാവായി വാഴിച്ചത്. ഓക്കെ, പിന്നെ ഈ ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് നമുക്ക് പഠിക്കാം കേട്ടോ. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എവിടെ നിന്നാന്ന് ചോദിക്കും. എവിടെയാണ്? ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണെന്നാണ് ചോദിക്കുക. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ
ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത്. ഇനി ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് റങ്കൂണിലേക്കാണ്. ഓക്കെ, റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എന്നാലും അറിഞ്ഞോ, ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? റങ്കൂണിലേക്കാണ്. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എവിടെ നിന്ന്, ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാന്ന് ചോദിച്ചാൽ ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത്. അപ്പൊ ഒന്നും കൂടി നോക്കാം. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? ധോണ്ടു പന്ത്. ഡൽഹിയിൽ ആരാണ്? ബക്ത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ മണികർണിക. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നാരാണ് വിശേഷിപ്പിച്ചത്? ഹ്യൂഗ്രോസും. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഞാൻ പറഞ്ഞു മീററ്റിൽ നിന്നാണ്. അപ്പൊ മീററ്റിൽ എന്താണ്? കഥം. ടാറ്റാ ബൈ ബൈ. അപ്പൊ കഥം സിംഗ്, അങ്ങനെ കഥം എന്നാലോചിച്ചാൽ മതി. അപ്പൊ മീററ്റിൽ ആരാണ്? കഥം സിംഗ് ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ലക്നൗ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ് ആണ് കേട്ടോ. ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിബായി. ഗ്വാളിയോറിൽ ആരാണ്? റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും. ഈ കൻവർ സിംഗ് ആണ് കേട്ടോ വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണ്. ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. അപ്പൊ വന്ധ്യവയോധികൻ കൻവർ സിംഗും ബുദ്ധി കേന്ദ്രം നാനാ സാഹിബും. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. എന്താണ്? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാന്ന് ചോദിക്കൂട്ടോ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് ഏത് സ്ഥലത്തെയാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാലും കിട്ടണ്ടേ? ഏതാണ്? അവധിനാണ് കേട്ടോ. അവധ്. ഓക്കെ, ആരാണ് വിശേഷിപ്പിച്ചത്? ഡൽഹൌസി പ്രഭുവാണ്. വിപ്ലവത്തിന്റെ പ്രവാചകൻ 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ ആണ്. ആരാണ്? അസിമുള്ള ഖാൻ. അംബാസിഡർ എന്നറിയപ്പെടുന്നതും അസിമുള്ള ഖാൻ. പ്രവാചകൻ എന്നും അംബാസിഡർ എന്നും അറിയപ്പെടുന്നത് അസിമുള്ള ഖാനും. വന്ധ്യവയോധികൻ നമ്മൾ പഠിച്ചു കൻവർ സിംഗ് ആണ്. ബുദ്ധി കേന്ദ്രവും നിങ്ങൾ പഠിച്ചോ നാനാ സാഹിബാണ്. ഓക്കെ, പിന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ പ്രവാചകൻ കിട്ടിയാലും 1857 വിപ്ലവത്തിലെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന അസിമുള്ള ഖാൻ, അംബാസിഡർ എന്നറിയപ്പെടുന്നതും അസിമുള്ള ഖാൻ. വന്ധ്യവയോധികൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗും. പിന്നെ എന്താണ്? ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബും. ഓക്കെ, നാനാ സാഹിബ്. അതുവരെ ക്ലിയർ അല്ലേ? ഇനി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 1857 വിപ്ലവം എന്തൊക്കെ അറിയപ്പെടുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് BD സവർക്കർ ആണ്. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. ചപ്പാത്തി വെച്ച് നമ്മൾ എന്ത് കണക്ട് ചെയ്യണം? വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര എന്താന്ന് ചോദിച്ചാൽ ചപ്പാത്തിയും ചുവന്ന താമരയും. ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നും. വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ അല്ലെ. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ്. അപ്പൊ മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാ? മീററ്റിലല്ലേ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത കഥം എന്നാലോചിച്ചാൽ കഥം സിംഗ് ആണ് മീററ്റിൽ നേതൃത്വം നൽകിയത്. ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ. ഓക്കെ, രഹസ്യമുദ്ര എന്താ നമ്മൾ പഠിച്ചു? ചപ്പാത്തിയും ചുവന്ന താമരയും. ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര. കാൺപൂരിൽ നാനാ സാഹിബ്, ഡൽഹിയിൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം പഠിക്കണേ മണികർണിക. ഹ്യൂഗ്രോസ് എന്താണ് വിശേഷിപ്പിച്ചത്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചു. പിന്നെ എന്താണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. മീററ്റിൽ കഥം സിംഗ് നമ്മൾ പഠിച്ചു. മീററ്റ് കഥം, അപ്പൊ കഥം സിംഗ്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ലക്നൌവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിൽ കൻവർ സിംഗ്. കൻവർ സിംഗ് എന്താണ്? വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ രാമചന്ദ്ര പാണ്ഡുരംഗ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, പ്രവാചകൻ ആരാണ്? അസിമുള്ള ഖാനാണ്. അംബാസിഡർ ആരാന്ന് ചോദിച്ചാലും അസിമുള്ള ഖാനാണ്. വന്ധ്യവയോധികൻ ആരാന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണ്. ഓക്കെ, ആ ഭാഗവും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇന്ന് പഠിച്ച എത്ര ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലേ, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ചോദ്യം ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥൻ. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? അത് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? അത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ഗൗഡ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്ന ആരാ? അത് MP സിംഗ് ആണ്. MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ. അത് ക്ലിയർ അല്ലേ? പിന്നെ ഹരിത വിപ്ലവം എവിടെയാണ് ആരംഭിച്ചത്? മെക്സിക്കോയിൽ നിന്നാണ് അല്ലെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഫിലിപ്പൈൻസ് ആണ്. ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ്? അത് ഗോതമ്പാണ്. 2 ഘട്ടങ്ങളിലല്ലേ? ഒന്നാം ഘട്ടം 65 മുതൽ 75 വരെയും രണ്ടാം ഘട്ടം 75 മുതൽ 85 വരെയും. ഹരിത വിപ്ലവം ക്ലിയർ അല്ലേ?
ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ഇത് പഠിച്ചു ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? 2023. ആലോചിച്ചു, 2023 എപ്പോഴാണ്? നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? 2023 ജൂലൈ 14 അല്ലേ? പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു? ഭ്രമണപഥത്തിൽ എത്തിയ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? 2023 കിട്ടി. ഓഗസ്റ്റ് 5-നാണ്. പിന്നെ എന്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ എപ്പോഴാന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23. ഇനി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ശിവശക്തി പോയിന്റ് അല്ലേ? ഏതാണ്? ശിവശക്തി പോയിന്റ് ആണ്. ISRO ചെയർമാൻ ആരാ? ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ എസ് സോമനാഥാണ്. എസ് സോമനാഥാണ്. പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ വീരമുത്തുവൽ. ഇത് ഡയറക്ട് ചെയ്യുന്ന ആളെന്താണ്? ആളൊരു വീരനാണെന്ന് ആലോചിച്ചാൽ വീരമുത്തുവൽ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാഹനത്തിന്റെ പേര് നമ്മൾ പഠിച്ചു അല്ലേ? LV M3 M4 ആണ്. LV M3 M4. ഈ LV വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ വേറെ എന്തോന്നും കൂടി പഠിച്ചു. ലാൻഡർ വിക്രം. LV ലാൻഡർ വിക്രം റോവർ പ്രഖ്യാൻ. അതും ക്ലിയർ അല്ലേ? ആദ്യ സന്ദേശം എന്താണ്? ഞാനിതാ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ഇത് പഠിച്ചു 1857 വിപ്ലവം എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. പിന്നെ എന്താണ്? ശിപ്പായി ലഹള. പിന്നെ എന്താണ്? ചപ്പാത്തി വിപ്ലവം. രഹസ്യമുദ്ര എന്താ? ചപ്പാത്തിയും ചുവന്ന താമരയും. കാൺപൂരിലെ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാൻ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്. പിന്നെ എന്താണ്? ഡൽഹി മീററ്റിൽ കഥം. മീററ്റിൽ ആരാണ്? കഥം സിംഗ്. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാൻ നമ്മൾ പഠിച്ചു അല്ലേ? ഡൽഹിയിൽ ഭക്ത് ഖാൻ. പിന്നെ ഏതാണ്? ബീഹാറിൽ ആരാണ്? ബീഹാറിൽ കൻവർ സിംഗ് ആണ്. ഓക്കെ, ബീഹാറിലെ കൻവർ സിംഗ്. എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടല്ലോ. ഗ്വാളിയോറിലാരാണ്? റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയുമാണ്. എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടോ നോക്കുക. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ്. ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് നാനാ സാഹിബ്. വന്ധ്യവയോധികനാണ് കൻവർ സിംഗ്. പ്രവാചകനും അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ അസിമുള്ള ഖാനാണ്. ഓക്കെ, ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ? ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലേ? സെറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഒരു ഭാഗം ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, ഇനി നിങ്ങൾക്ക് ഈ ചാനൽ ഉപകരിക്കുന്നു തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്